സംസ്ഥാനത്തെ കൊടുംചൂട് തുടരുന്നു. പാലക്കാട് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട്, കൊല്ലം, തൃശൂർ എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുകയുമാണ്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് ചേരും. നിഖിൽ പരമേഷ് പാലക്കാടും ഉണ്ട്. ആദ്യം അലക്സിലേക്ക് പോകുന്നു. അലക്സ്, അപ്പോൾ ഉഷ്ണതരംഗം, ഓറഞ്ച് അലർട്ടോട് കൂടിയ ഉഷ്ണതരംഗം എന്നൊക്കെ പറയുന്നത് ഈ ചൂട് ഈ ദിവസങ്ങൾ എന്തായാലും കുറയാൻ പോകുന്നില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല കുത്തനെ കൂടാനും പോകുന്നു അല്ലേ അലക്സ്? അതെ ഹാഷ്മി, സഹിക്കാനാകാത്ത ചൂട്. അത് കേരളത്തിൽ ആദ്യമായി, സംസ്ഥാനത്ത് ആദ്യമായി ഒരു ജില്ലയിൽ ഉയർന്ന താപനിലയിൽ ഓറഞ്ച് അലേർട്ട് കൂടി പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് പാലക്കാടിനെ സംബന്ധിച്ച് ആശങ്ക വർദ്ധിപ്പിക്കുന്ന കാര്യം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാലക്കാട് രേഖപ്പെടുത്തുന്ന ചൂട് നമ്മൾ കാണുന്നതാണ്. അവിടുത്തെ ആളുകളുടെ വർത്തമാനം നമ്മൾ കേൾക്കുന്നതാണ്. അവർ എത്രത്തോളമാണ് സഹിക്കുന്നത് ഈ ചൂടെന്നുള്ളത് നമ്മൾ കേൾക്കുന്നതാണ്. 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് രേഖപ്പെടുത്തിയ ചൂട്. അതായത് സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 5.3 ഡിഗ്രി സെൽഷ്യസ് വരെ മുകളിൽ ചൂടാണ് ഇന്നലെ തന്നെ രേഖപ്പെടുത്തിയത്. അത് ഇനിയും തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതാണ് ഓറഞ്ച് അലേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിൽ 3 ജില്ലകളിൽ, പാലക്കാടും കൊല്ലത്തും തൃശ്ശൂരും, ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എന്നുള്ളതാണ്. പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാൻ സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പക്ഷേ അതിന് മുകളിലേക്ക് ചൂട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. കാരണം പാലക്കാട്ടെ വിവിധ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിൽ 42.6 ഡിഗ്രി സെൽഷ്യസും ഒക്കെ മുണ്ടൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി. കൊല്ലത്തും തൃശ്ശൂരും 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രവചിക്കുന്നുണ്ട്. മറ്റു ജില്ലകളിലേക്ക് വന്നാൽ കോഴിക്കോട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രവചനം വരുന്നു. ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതായത് സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ ജില്ലകളിൽ താപനില വർദ്ധിക്കാൻ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പ് കർശനമായ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റി ആവർത്തിച്ചു പറയുകയാണ് ഈ ഉഷ്ണതരംഗം, ഒപ്പം ഈ ഉയർന്ന ചൂട് സൂര്യാഘാതം, സൂര്യതപം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാവുന്ന പ്രശ്നമാണ്. അതിനാൽ കർശനമായ ജാഗ്രത ഈ ദിവസങ്ങളിൽ തുടരേണ്ടതുണ്ട്. ഒരാഴ്ച കൂടി സംസ്ഥാനത്ത് ഉയർന്ന ചൂട് തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതിനോടകം നൽകുന്ന മുന്നറിയിപ്പ്. അതിനുശേഷമായിരിക്കും, അതായത് മെയ് 2ാം വാരത്തോടു കൂടിയായിരിക്കും വേനൽ മഴ ഒരുവിധമെങ്കിലും സംസ്ഥാനത്ത് വ്യാപകമായി ലഭിക്കുകയുള്ളൂ. വടക്കൻ കേരളത്തിലെ കാര്യമെടുത്താൽ വടക്കൻ കേരളത്തിൽ ഒരു തുള്ളി മഴ പോലും ഈ കാലയളവിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങേയറ്റം വരണ്ട കാലാവസ്ഥയാണ് വടക്കൻ കേരളത്തിൽ തുടരുന്നത്. അസാധാരണമായ ചൂടാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തുന്നത്. പകൽ മാത്രമല്ല, രാത്രികാല ഉഷ്ണവും അത് ഭയങ്കര ഉഷ്ണമാണ്. സമാനതകളില്ലാത്ത ചൂട് എന്ന് കൃത്യമായി പറയാം. പാലക്കാട്ടോട് പോകുന്നു. ഇപ്പോൾ നിഖിൽ, പാലക്കാട് ഒരു ചൂട് എന്ന് പറഞ്ഞാൽ പാലക്കാട് ചൂട് പുതുമയല്ലെങ്കിൽ കൂടിയും ഇക്കുറിയുള്ള ചൂട് ആളുകൾ മരിക്കുന്നു. അമ്മാതിരി ഭീകര ചൂടാണ്. തീർച്ചയായിട്ടും അശ്മി, സാധാരണ ചൂടിനെയൊക്കെ പ്രതിരോധിക്കാൻ പാലക്കാട്ടുകാർക്ക് വർഷങ്ങളായ അവരുടെ പതിവ് അതാണ്, ശീലം അതാണ്. അവർക്ക് അത് അത് നേരിടാനുള്ള കരുത്ത് അവർക്കുണ്ട്. പക്ഷേ ഇത്തവണത്തെ ചൂടിൽ എല്ലാവരും വശം കെടുകയാണ്. അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യം, ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം, അതൊക്കെയാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വയലുകളിലെല്ലാം തന്നെ ഈ സമയങ്ങളിൽ ആളുകൾ ജോലി ചെയ്യുന്നില്ല. 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ തൊഴിലെടുക്കണ്ട എന്ന് പല ഈ നെല്ലിൽ പാട്ടത്തിനെടുത്ത് കൃഷി നടത്തുന്ന ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓട്ടോ ഡ്രൈവർമാരൊക്കെ പറയുന്നത് രാവിലെ 10 മണിക്ക് ശേഷം ഓട്ടോ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഇടുകയാണ്. അത് പക്ഷേ എല്ലാവർക്കും പ്രായോഗികമല്ല. അതാണ് പ്രശ്നം. അവരെ സംബന്ധിച്ചിടത്തോളം ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സമയം ഓടാതിരുന്നാൽ, അല്ലെങ്കിൽ ഇത്രയും സമയം ജോലി ചെയ്യാതിരുന്നാൽ അവർക്ക് വലിയ നഷ്ടമാണ്. ഈ വഴിയോര കച്ചവടക്കാർ, ലോട്ടറി വിൽപ്പനക്കാർ, അവരൊക്കെയാണ് ഏറ്റവും അധികം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകൾ. പകൽ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു നിലയ്ക്കും ഈ കൊടും ചൂടത്ത്, വെയിലത്ത് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ശരീരം തളർന്നു പോകുന്ന ഒരു സാഹചര്യം. നേരത്തെ പല കുറി പാലക്കാട് ജില്ലയിൽ തന്നെ ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നെങ്കിലും അത് സ്ഥിരീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. നമുക്ക് ആദ്യത്തെ ഒരു അനുഭവമാണിത്. പക്ഷെ അതിനെ നേരിടാൻ ആളുകൾ വളരെയധികം പ്രയാസപ്പെടുന്നു എന്നുള്ളതാണ്. അലക്സ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ വെതർ സ്റ്റേഷനുകളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ 41-ും 42-നും താഴെ എവിടെയുമില്ല. അതിന് മുകളിലാണ് എല്ലായിടത്തെയും താപനില രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചൂട് അതിശക്തമായി ശരീരത്തിലേക്ക് വന്നു ഭവിക്കുകയും ആളുകൾ തളർന്നു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ ഭരണകൂടം ഒരു കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എവിടെയെങ്കിലും ആളുകൾ ഈ തുറസായ സ്ഥലങ്ങളിൽ കിടക്കുന്നത് കണ്ടാൽ ഒരുപക്ഷെ അവർ മദ്യപിച്ചോ മറ്റോ കിടക്കുകയായിരിക്കും, അതിനെ അവഗണിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഇത്തരം സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് മദ്യപിച്ചു കഴിഞ്ഞാൽ നിർജ്ജലീകരണം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു മരണവും ജില്ലയിൽ സംഭവിച്ചിട്ടുണ്ട്, അട്ടപ്പാടിയിൽ. ഈ പശ്ചാത്തലത്തിൽ അത്തരം
അത്തരത്തിൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരെ അടിയന്തരമായി അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണം, ആശുപത്രിയിലേക്കോ മറ്റോ മാറ്റണം. ഇവർക്ക് സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പരമാവധി വെള്ളം കുടിക്കുക, വെയിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, പറ്റുമെങ്കിൽ ജോലി സമയം ക്രമീകരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെയാണ് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും നൽകിയിട്ടുള്ളത്. നിഖിൽ പരമേശ്വരാണ് പാലക്കാട്ടെ വിവരങ്ങൾ നൽകിയത്. മാത്രമല്ല പാലക്കാട് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ 2024 ഏപ്രിൽ 29 ഉഷ്ണതരംഗ സാധ്യത തുടരുന്നതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ചൂട് ഒട്ടും കുറയുന്നില്ല എന്ന് മാത്രമല്ല, ചൂട് കൂടാൻ തന്നെയാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സൂക്ഷിക്കുക.